നമസ്കാരം, കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഴ്ചപരിമിതരായ വ്യക്തികൾ തവനൂർ സെൻട്രൽ ജയിൽ സന്ദർശനം നടത്തി. കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ജയിലിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനായാണ് ജയിൽ സന്ദർശനം സംഘടിപ്പിച്ചത്. കാഴ്ചപരിമിതരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, അവകാശ സംരക്ഷണം, സാമൂഹിക സമത്വം എന്നിവ ലക്ഷ്യമാക്കി കഴിഞ്ഞ 50 വർഷമായി പ്രവർത്തിക്കുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സമൂഹത്തിലെ പ്രധാന സംവിധാനങ്ങൾ കാഴ്ചപരിമിതർക്കും തുല്യമായി മനസ്സിലാക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന കാഴ്ചപരിമിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നയിക്കുന്ന ഒരു സംസ്ഥാന സംഘടനയുണ്ട്. ഇതിന്റെ തിരൂർ താലൂക്ക് ഘടകമാണ്. തിരൂർ താലൂക്കിൽപ്പെട്ട കാഴ്ചപരിമിതരുമായി തവന്നൂർ സെൻട്രൽ ജയില്, കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, അതുപോലെ തവന്നൂർ വൃദ്ധസദനം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാനിരിക്കുകയാണ്. കാഴ്ചയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പോലീസ് സ്റ്റേഷൻ, ജയില് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്ത ആളുകളാണ്. കാഴ്ചയുള്ള ആളുകൾക്ക് സിനിമയിലൂടെയും മറ്റും കണ്ട് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കിട്ടുന്നത് തൊട്ട് മനസ്സിലാക്കാനാണോ അല്ലെങ്കിൽ നേരിട്ട് അവർ അനുഭവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടനയുടെ തിരൂർ താലൂക്ക് ഘടകം ഇത്തരത്തിലുള്ള അവസരം നൽകിയിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ജയിൽ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ ട്രോമ കെയർ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ യൂണിറ്റും ഞങ്ങളെ കൂടെ എല്ലാ തരത്തിലും സഹായിച്ചിട്ടുണ്ട്. അവരോടും സംഘടനയുടെ പേരിൽ പ്രത്യേക നന്ദി അറിയിച്ചു. സന്ദർശനത്തിൽ ജയിൽ സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും ജയിലിന്റെ പ്രവർത്തനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, തടവുകാരുടെ ദൈനംദിന ജീവിതക്രമങ്ങൾ, പോലീസ് സേനയിൽ ഉപയോഗിക്കുന്ന ലാത്തി, തോക്ക്, കൈവിലങ്ങ് തുടങ്ങിയ ഉപകരണങ്ങൾ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കിയത് വേറിട്ട അനുഭവമായി. കാഴ്ചപരിമിതരായ വ്യക്തികൾക്കൊപ്പം ജയിൽ ജീവനക്കാരും കലാപരിപാടികൾ അവതരിപ്പിച്ചു. പരിപാടിയുടെ എല്ലാ ഘട്ടങ്ങളിലും കാഴ്ചപരിമിതരായ വ്യക്തികളെ സഹായിക്കാൻ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ട്രോമ കെയർ വോളണ്ടിയർമാരുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജയിൽ സന്ദർശനത്തിനു ശേഷം പോലീസ് സ്റ്റേഷനും തവന്നൂർ വൃദ്ധസദനവും സന്ദർശിച്ചു. വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം കാഴ്ചപരിമിതരായ വ്യക്തികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു.